ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്ന റെസിപ്പി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അത് എങ്ങനെയാണ് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും നമ്മൾ തയ്യാറാക്കുന്നത്. അത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫ്രഞ്ച് ഫ്രൈസിന് ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ ഇടത്തരം 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നീളം കൂടിയ ഉരുളക്കിഴങ്ങുണ്ടെങ്കിൽ അത് എടുക്കണം. എനിക്കിപ്പോൾ ഈ സൈസിലാണ് ഇവിടെ ഉള്ളത്. ഞാൻ 3 എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കോൺഫ്ലവർ, കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ. ഇനി നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിനെ ഓരോ ഉരുളക്കിഴങ്ങിലും നമുക്കിതിനെ പീൽ ചെയ്തെടുക്കാം. ഇതുപോലത്തെ പീലർ ഉപയോഗിച്ചാണ് ഞാൻ പീൽ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലും അതുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് പീൽ ചെയ്യണം. നല്ല ക്ലീൻ ആക്കിയിട്ട് നമുക്ക് സാധാ പച്ചവെള്ളത്തിലോട്ട് ഇതിനാദ്യം ഇട്ട് വയ്ക്കണം. ഇതിൻ്റെ ചെറിയ രീതിയിലെ കറയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതുപോലൊരു ബേസണിൽ ഇത് നമുക്ക് ഇട്ട് വയ്ക്കാം. ഇതുപോലെ ബാക്കിയും കൂടെ ചെയ്യാം. 3 ഉരുളക്കിഴങ്ങ് ഇതുപോലെ നല്ല ക്ലീനാക്കി അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇങ്ങനെ വെള്ളം കളഞ്ഞ് നല്ലതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുക്കാം. ഇത് ആദ്യം ഈ സൈഡിൽ നിന്ന് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ട്, നീളം കൂടുതലായിട്ടിരിക്കാനാണ് നിങ്ങളിൽ നീളമുള്ള പൊട്ടറ്റോ എടുക്കാൻ പറയണത്. ഇത് നീളം കുറഞ്ഞ പൊട്ടറ്റോയാണ്. പൊട്ടറ്റോയും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് നോർമൽ വാട്ടറിലോട്ട് ഇടണം. അതുപോലെ കഴുകണം. 2-3 വെള്ളം മാറ്റി കഴുകിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം അതുപോലെ തിളപ്പിക്കണം. അടുപ്പത്ത് വെച്ച വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. നിങ്ങൾക്ക് ഒരു 1-2 സ്പൂൺ, ഞാൻ ചെറിയ സ്പൂണിലാണ് ഇട്ടിരിക്കുന്നത്. ഉപ്പ് കുറച്ച് കൂടുതലിടണം, എന്നാലേ ഈ ഉരുളക്കിഴങ്ങ് മൊത്തം അതിലോട്ട് നല്ലതുപോലെ പിടിക്കുകയുള്ളൂ. എന്നിട്ട് നമുക്ക് ഇത് നമ്മുടെ പൊട്ടറ്റോ നല്ലതുപോലെ ഇതിൽ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. ഇതൊരു 2 മിനിറ്റ് തിള മതിയാകും. ഇനി നമുക്കിതിനെ ഇത് വെന്ത് പോകാൻ പാടില്ല. ഇതിന് ഞാൻ ഇതുപോലത്തെ ഒരു അരിപ്പിലോട്ട് മൊത്തവും മാറ്റാം. നല്ലതുപോലെ അരിപ്പിയിരുന്ന് വെള്ളം തോരണം. ഫ്രഞ്ച് ഫ്രൈസിനായതുകൊണ്ട് നമുക്ക് ഒട്ടും വെള്ളം പാടില്ല. അതുപോലെ വെള്ളം തോർന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ഒരു കിച്ചൺ ടവലോ നല്ല ക്ലീനായിട്ടുള്ള ഒരു തുണിയോ എന്തെങ്കിലും നമ്മുടെ സ്ലാപ്പിലോട്ട് ഇട്ടിട്ട് ഇതിനെ ഇങ്ങനെ നിരത്തി ഇതിലോട്ട് തട്ടുക. ചൂടാണ്. ഇതിൽ ഉള്ള ഈർപ്പൊക്കെ ഇതിലോട്ടൊന്ന് പിടിച്ച് ഒന്ന് നല്ല തണുക്കട്ടെ. നമുക്ക് ഇതുപോലൊരു ബൗളിലോട്ട് ഇത് നല്ലതുപോലെ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെയും കൂടെ ആക്കി കൊടുത്താൽ മതി. ചെറിയ ഇതിലോട്ട് തട്ടിയിട്ട് ഇതിന് നമുക്ക് ഇതോടെ 5 മിനിറ്റ് ഫ്രിഡ്ജിലെ ഫ്രീസറിൽ സൂക്ഷിക്കണം. ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്കത് വറുത്തെടുക്കാൻ വയ്ക്കാം. ഓയിൽ നല്ലതുപോലെ ചൂടാവട്ടെ. നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് പൊട്ടറ്റോ കുറച്ച് വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. കൂടുതൽ സമയം ഇതിൽ കിടക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ചൂടായ എണ്ണയിൽ കിടന്ന് ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാകണം. ചൂടാകുമ്പോൾ തിരിച്ച് മറിച്ച് വിട്ട് മുരിയാനൊന്നും നിൽക്കണ്ട. അതായത് 2 പ്രാവശ്യം ഇത് നല്ലതുപോലെ ഫ്രൈ ചെയ്താൽ മാത്രമേ ഇത് നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വേഗം കൊമുന്നു പോകും നമ്മൾ എങ്ങനെയൊക്കെ പൊരിച്ചെടുത്താലും. അപ്പോഴും ഇത് ഇനി ഒരു കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ട് നമുക്കിത് വേഗം ഇതിന്നെടുക്കണം. ഇത് മാറ്റി നമുക്കൊന്നിൽ വെച്ചിട്ട് ഇനി അടുത്തതും നമുക്ക് ഇതിലോട്ട് ഇട്ട് പൊരിച്ചെടുക്കാം.
ഇതിൽ കോരിയിട്ടുണ്ട്, കുറച്ചേ ആയിട്ടുള്ളൂ. ഇതിനെ ഇനി നമുക്ക് ഞാനൊരു ഇതുപോലത്തെ ഒരു താലത്തിലോട്ട് 2 ടിഷ്യൂ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിതിനെ ഇതിലോട്ട് തട്ടി കുറച്ചൊന്ന് തണുക്കാൻ വയ്ക്കുക. ഇതിന് നമുക്ക് ഇതിലോട്ട് ഒരു ചെറിയ ടിഷ്യൂ ഇതിൻ്റെ മീതെ വെച്ച് ഇതിലുള്ള എണ്ണയൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് അമർത്തി ഇതിൽ നിന്ന് എടുക്കണം. എടുത്തിട്ട് നമുക്കിത് ഒരു 5-10 മിനിറ്റ് നമുക്കിത് ഫ്രീസറിൽ ഇനിയും വെക്കണം. വെക്കുന്നതിന് മുമ്പ് നമ്മൾ വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ടൊന്ന് ചെറുതായിട്ട് തൂറ്റിയിട്ട് വേണം വെക്കാൻ. പൊട്ടറ്റോ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നമ്മുടെ കോൺഫ്ലവർ പൊടി ചെറിയ രീതിയിലൊന്ന് തൂറ്റി കൊടുക്കണം. ചെറിയ രീതിയിൽ മതിയാകും. ഇതുപോലെ ഒന്ന് നമ്മൾ കൈ കൊണ്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്കിതുപോലെ തൂറ്റിയിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഇതിനെ ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വയ്ക്കാം. എന്നിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഇപ്പോൾ ഫ്രൈ ചെയ്യാനോ നാളത്തേക്കോ എങ്ങനെയായിരുന്നാലും ഇതുപോലെ ഫ്രീസറിൽ ഒരു കണ്ടെയ്നറിലാക്കി വേണമെങ്കിൽ സൂക്ഷിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഉടനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. 5 മിനിറ്റ് പക്ഷേ ഫ്രീസറിൽ ഇരുന്നിട്ടാണ് എന്ത് ചെയ്യാൻ. ഫ്രീസറിൽ നിന്ന് ഇത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രൈ പാനിൽ വെച്ച് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഫ്രീസറിൽ നിന്ന് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴയ പാനിൽ വെച്ച് തന്നെ നമുക്ക് ഈ ഓയിലിൽ തന്നെ നമുക്കിതിനെ വറുത്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ ഇട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടി. ഇനി നമുക്കിത് മതി, ചെറിയ ബ്രൗൺ ഷെയ്ഡ് മതിയാവും. അത് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ മുരിയണവും കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ എടുത്തേക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെ മതിയാവുന്നതുകൊണ്ട് എടുക്കുകയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ കോരി എടുക്കുകയാണ്. അങ്ങനെ ഞാനൊരു സെർവിങ് ഡിഷിലോട്ട് ഇട്ടിട്ടുണ്ട്. നല്ലതുപോലെ ഇത് മുരിഞ്ഞിട്ടുണ്ട്. നല്ല ക്രിസ്പായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അതൊന്ന് ഒടിച്ച് കാണിച്ചു തരാം. നല്ല അകമൊക്കെ വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ. ഇത് നിങ്ങൾ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.